ഹലോ, ഞാൻ ഡോക്ടർ അമല, കൺസൾട്ടന്റ് ഓർത്തോഡോണ്ടിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻവിസലൈൻ എന്നുള്ളതാണ്. ഇൻവിസലൈനും ക്ലിയർ അലൈനേഴ്സും രണ്ടും കാണാൻ സിമിലർ ആയിട്ടുള്ളതായിരിക്കും. എന്നാൽ പേഷ്യൻസിന് വളരെ കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ ഇൻവിസലൈനും ക്ലിയർ അലൈനേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇൻവിസലൈൻ എന്ന് പറയുന്നത് കാണുമ്പം നമ്മുടെ യൂഷ്വൽ ക്ലിയർ അലൈനർ പോലെ തന്നെ സെയിം ആയിട്ടുള്ളതാണ് ഇൻവിസലൈൻ. എന്നാൽ ഇൻവിസലൈന്റെ ലാബ് ഇരിക്കുന്നത് US-ലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസും അതിന്റെ പ്രൊസീജിയേഴ്സും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് നമ്മുടെ അലൈനേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ വായുടെ സ്കാനിങ് ആദ്യം എടുക്കും. ഇൻട്രാ ഓറൽ സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വായുടെ ഫുൾ സ്കാനിങ് എടുക്കും, മുഖത്തെ ഫോട്ടോഗ്രാഫ്സ് കാര്യങ്ങളെല്ലാം എടുക്കും. അതിനുശേഷം ഇത് നമ്മൾ US-ലുള്ള ലാബിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുവാണ്. ഇൻവിസലൈൻ ചെയ്യാനായിട്ട് ഇൻവിസലൈൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർത്തോഡോണ്ടിസ്റ്റിന് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പം ഇൻവിസലൈന്റെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ഇതിന്റെ സ്കാനിങ് എടുത്ത് US ലാബിൽ കൊടുത്ത് US-ലെ ഡോക്ടേഴ്സ് അവരുടെ ഡോക്ടേഴ്സായിട്ട് നമ്മൾ ഇരുന്നിട്ട് ഓൺലൈൻ ഡിസ്കഷൻ ചെയ്യും. അതിനുശേഷം ആ കേസിന് 1, 2, 3 ട്രീറ്റ്മെന്റ് പ്ലാനിങ്സ് ഉണ്ടാക്കി അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അതിന്റെ പല്ല് നമ്മൾ എങ്ങനെ ഇരിക്കും എന്നുള്ള വീഡിയോഗ്രാഫ്സ് എല്ലാം കാണിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ പേഷ്യന്റിനും ഡോക്ടറിനും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം ഇതിന്റെ ലാബ് US-ൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് ഇതിന്റെ ഇൻവിസലൈൻ ഓപ്ഷൻ കിട്ടില്ല. അപ്പൊ മിനിമം നമ്മളൊരു 25 to 28 days വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എബ്രോഡ് നിന്ന് വരുന്ന പേഷ്യൻസും ദൂരെ നിന്ന് വരുന്ന പേഷ്യൻസ് എല്ലാം അതിന് കാൽക്കുലേറ്റഡ് ആയിട്ട് വന്നാലാണ് നമുക്ക് ഇൻവിസലൈൻ ചെയ്യാൻ പോസിബിൾ ആവുകയുള്ളൂ. കാരണം ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് 1 വീക്കിനുള്ളിൽ സാധാരണ അലൈനേഴ്സ് കിട്ടുന്നത് പോലെ കിട്ടില്ല. അപ്പോൾ യൂഷ്വലി പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻസ് നമ്മളെ വിളിച്ച് നേരത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുകയും അവർ തിരിച്ചു പോകുന്ന ഡേറ്റ്സും കാര്യങ്ങളും അതിനനുസരിച്ച് ഒരു 1 month ഗ്യാപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇൻവിസലൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പേഷ്യന്റില് കേസ് കൺഫേം ആയതിനു ശേഷം US-ൽ ലാബിൽ നമുക്ക് ഇൻവിസലൈൻ കിട്ടിയതിനു ശേഷം പേഷ്യന്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് റെഗുലർ അപ്പോയിന്റ്മെന്റ്സോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പേഷ്യൻസിന് അവരുടെ സ്വയം എവറി 5 days അല്ലെങ്കിൽ 10 days അല്ലെങ്കിൽ 14 days ഓരോ കോംപ്ലക്സിറ്റി കേസിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടാണ് ഇത് എത്ര ദിവസം ഓരോ സെറ്റ് ഓഫ് ട്രേ വെക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അങ്ങനെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡേറ്റ്സിൽ സെൽഫായിട്ട് ഇത് റിമൂവ് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വരുന്ന അതിന്റെ പ്രൈസിങ് ഡിഫറൻസ് ആണ് വരുന്നത്. നമ്മളുടെ ഇൻവിസലൈൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് US ലാബിൽ നിന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ക്ലിയർ അലൈനറിനെ വെച്ച് നോക്കുമ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ അലൈനേഴ്സിന് നമ്മൾ കേസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കേസസും നമുക്ക് യൂഷ്വൽ ക്ലിയർ അലൈനേഴ്സിൽ ചെയ്യാൻ പോസിബിൾ അല്ല. എന്നാൽ ഇൻവിസലൈൻ നോക്കുമ്പോൾ കുറച്ചധികം വെറൈറ്റി ഓഫ് കേസസ്, കുറച്ചുകൂടി അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള കേസസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം പല്ല് പൊങ്ങിയിട്ടുള്ള കേസസിലാണെങ്കിൽ പോലും നമുക്ക് പല്ല് പറിക്കാതെ ഇൻവിസലൈൻ എന്നുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വഴി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ആർച്ച് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ ഡിജിറ്റലൈസേഷൻ എന്ന് പറയും. അതായത് പല്ല് പറിക്കാതെ നമുക്ക് പല്ല് പുറകോട്ട് നീക്കി പല്ല് താത്താൻ പറ്റുന്ന ഓപ്ഷൻസ് എല്ലാം ഇൻവിസലൈനിൽ പോസിബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ചെറിയ കുട്ടികളിൽ 6 വയസ്സ് മുതലുള്ള കുട്ടികളിൽ അഥവാ 6 വയസ്സ് 8 വയസ്സ് മുതലായ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ നമുക്ക് ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പോസിബിൾ ആണ്. അതിനകത്ത് ഇൻവിസലൈൻ ടീൻ എന്ന് പറയും. ഇൻവിസലൈൻ ടീൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ചെയ്യാൻ പോസിബിൾ ആണ്. എന്നാൽ നമ്മുടെ ക്ലിയർ അലൈനേഴ്സ്, നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത് അഡൾട്ട് പേഷ്യൻസിൽ അഥവാ 14-15 വയസ്സിന് ശേഷം മാത്രമേ നമുക്ക് അലൈനർ ഇട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോസിബിൾ ആവുകയുള്ളൂ. ഇൻവിസലൈൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ തൊട്ടിട്ട് അഡൾട്ട് വരെയുള്ള ഏജ് ഗ്രൂപ്പിലെ ആളുകൾക്ക് പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. താങ്ക് യു.